അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മെഹനുവിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഹനു ഒരു സ്റ്റോറി ഇട്ടു. അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടു. ഇപ്പോഴുള്ള മെഹനുവിൻ്റെ വൈഫുമായിട്ട് സെപ്പറേറ്റ് ആയി എന്നുള്ളതായിരുന്നു ആ സ്റ്റോറി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റോറി ഇട്ട് ആ സ്റ്റോറീനെ കുറിച്ച് ആളുകൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും രണ്ടാമത്തെ ദിവസം വന്നിട്ട് മെഹനു വീണ്ടും 3 സ്റ്റോറി ഇട്ടു. അതായത് ആ 3 സ്റ്റോറിയിൽ പറയുന്നത് വെറുതെ അടിച്ചിറക്കുന്നതാണ്. അതായത് കാതർക്കരിപ്പൊടിയാണ് വെറുതെ അടിച്ചിറക്കുന്നത്, എൻ്റെ ജീവിതം കളയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. മെഹനു ആരാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് റിഫ, മെഹനു ഈ 2 പേരും കൂടെ ചേർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കല്യാണമെല്ലാം കഴിച്ച് കുട്ടിയൊക്കെ ആയതിനു ശേഷം ഇവർ ഗൾഫിലേക്ക് പോവുകയും അവിടെ വെച്ച് ഈ പറയുന്ന മെഹനുവിൻ്റെ വൈഫ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് മെഹനു ഓടി വന്ന് ഒരു ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആത്മഹത്യ കണ്ടതിന് ശേഷം ഓടി വന്ന് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ എൻ്റെ ഭാര്യ പോയേ എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ പുറമെ കാതർക്കരിപ്പൊടി നടക്കുകയും അവസാനം ഈ പറയുന്ന മെഹനുവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ നമ്മുടെ മെഹനു എന്ത് ചെയ്തു? വേറൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. ഇയും മെഹനുവും ചേർന്ന് അവരുടെ പഴയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരിങ്ങനെ പലരെയും കുറ്റം പറയുകയും അതായത് ഇവരെ റിഫയുടെ പേരും പറഞ്ഞിട്ട് ഒരുപാട് ഇവരെ ചീത്ത വിളിക്കുന്നു, അതൊന്നും നിങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം മെഹനു ഒരു സ്റ്റോറി ഇട്ടത്, വി ആർ സെപ്പറേറ്റഡ്. അപ്പോൾ നോ മോർ ക്വസ്റ്റ്യൻസ് എന്നാണ് അതിൻ്റെ അടിയിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് ആളുകൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ചങ്ങായി വീണ്ടും ഒരു 3 സ്റ്റോറി ഇട്ടു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാതർക്കരിപ്പൊടിക്കെതിരെ. കാരണം കാതർക്കരിപ്പൊടിയാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. അപ്പോൾ കാതർക്കരിപ്പൊടി ആ ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ഈ പറയുന്ന വൈഫിനെ ഈ പറയുന്ന മെഹനു എടുത്തിട്ട് ഇൻ്റർനടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അത് ആരോ പറഞ്ഞറിഞ്ഞാണ് കാതർക്കരിപ്പൊടി അത് വീഡിയോ ആയിട്ട് കാതർക്കരിപ്പൊടി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ മെഹനു വന്നിട്ട് പറഞ്ഞു, വെറുതെ ഇല്ലാത്തത് പറയല്ലേ ഭയ്യ, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ സ്റ്റോറി ഇട്ടത്, അതായത് സെപ്പറേറ്റ് ആയി എന്നും പറഞ്ഞ് സ്റ്റോറി ഇട്ടത് തന്നെ മെഹനുവാണ്, അല്ലാതെ നമ്മളാരുമല്ല. അപ്പോൾ അതിൽ മെഹനു പറയുന്നുണ്ട്, എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതായത് വീഡിയോ റിപ്ലൈയുമായി വരാത്തത് എന്ന് മെഹനു പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും ദിവസമായിട്ടും ചങ്ങായിൻ്റെ ഫോൺ ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്നും ആ വീട്ടിൽ ആർക്കും ഫോണില്ല എന്ന് തോന്നുന്നു. അതായത് ആ വീട്ടിൽ ഒരാളുടെ കയ്യിലും ഫോണില്ല. മെഹനുവിൻ്റെ കയ്യിലില്ല, റിഫയുടെ കയ്യിലില്ല, വീട്ടുകാരുടെ ആരുടെയും കയ്യിലില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇതുവരെ ഒരു റിപ്ലൈയും വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരുമോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിരിക്കും. എന്തും ആയിക്കോട്ടെ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ്. അതായത് ഇന്നിപ്പോൾ നമ്മൾ അമൃത സുരേഷിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമൃതയും ബാലയും തമ്മിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമൃത ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ചങ്ങായി പുറത്തിറങ്ങി സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന ബാല പുറകേ നടന്ന് ക്രൂശിക്കുകയായിരുന്നു. അപ്പം ഇതിൽ നിന്നെല്ലാം ഇപ്പം കഴിഞ്ഞ ദിവസം ഇവരുടെ മകളായിട്ടുള്ള പാപ്പു വന്നിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇതിൽ നിന്നെല്ലാം ഇവർ രക്ഷപ്പെട്ട് ഇപ്പോൾ സ്വസ്ഥം ഗ്രഹഭരണമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബാലേട്ടൻ വേറൊരു കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2 കേസും കൂട്ടിക്കുഴച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമൃത അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നം ഡിവോഴ്സോടുകൂടി അവരതിൽ നിന്നും മുക്തി തേടി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു. അപ്പം ഇതേപോലെ തന്നെ ഇപ്പം മെഹനുവിൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഹനുവിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും പീഡനം സഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. കാരണം ഒരിക്കലും ഒരാളുടെ കീഴിലും നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിടിച്ചു നിൽക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ലോകം ഇങ്ങനെ വിസ്താരമായിട്ട് ഇങ്ങനെ തുറന്ന് കിടക്കുവാണ്. ഇപ്പോൾ അമൃത സുരേഷിൻ്റെ കേസ് കണ്ടോ? അമൃത സുരേഷ് പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ശേഷം ആദ്യമായിട്ട് എന്താ പറയുക, ഒരു ഡീപ് ബ്രത്ത് എടുക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, സമാധാനമായിട്ടൊന്ന് ഉറങ്ങി എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് നമ്മളെ കേൾക്കാനും ആളുകളുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് തോന്നി. നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് പറയണ്ട, മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടി. അതാണ് പറയുന്നത്, നമ്മൾ എത്രത്തോളം ഒരാളുടെ അടിയിൽ ഇങ്ങനെ താന്ന് കൊടുത്ത് ജീവിക്കുന്നോ നമ്മൾ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് നമുക്ക് തോന്നുവാണ്, അയ്യോ ഇതിനിയും എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് തോന്നിയാൽ
അന്നേരം നമ്മൾ അവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളുക. നമ്മുടെ മുമ്പിൽ വിശാലമായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരാളുടെ കീഴിൽ ഇങ്ങനെ ചവിട്ടും കുത്തും കൊണ്ട് ഒരിക്കലും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന കേസിൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ റിഫ എന്ന് പറയുന്നത് ആൾക്ക് പറ്റിയ ആ ഒരു അബദ്ധം ഒരിക്കലും സഫ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ പെൺകുട്ടിക്ക് പറ്റാൻ പാടില്ല. അതിനൊക്കെയുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമ്മുടെ അമൃത സുരേഷിൻ്റെ ജീവിതമൊക്കെ എടുക്കാം. കാരണം അമൃത സുരേഷ് ഡിവോഴ്സ് ആയതിനു ശേഷവും ഡിവോഴ്സിന് മുമ്പ് തന്നെ ഒരുപാട് ഈ പറയുന്ന പീഡനങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷവും 14 വർഷത്തോളം അവർ ഇതിൻ്റെ പുറകെ തന്നെ വീണ്ടും ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഒരുപാട് പേരുടെ ചീത്തവിളി എല്ലാം കേട്ടിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവസാനം അവർ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ആളുകൾക്ക് മനസ്സിലാവുകയും ഇപ്പോൾ എല്ലാവരും അമൃത സുരേഷിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വിട്ടു പോവുക. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടാവും. ഇപ്പോൾ അമൃത സുരേഷ് തന്നെ കണ്ടില്ലേ, ഇത്രയും നാളും എന്തൊക്കെയാണ് അനുഭവിച്ചത്. ഇപ്പോൾ അവരുടെ ലൈഫ് അടിപൊളിയായി എന്നാണ് അമൃത സുരേഷിൻ്റെ ഇന്നലത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആലോചിക്കുന്നുണ്ട്, നല്ലോണം ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ഞാൻ ഇപ്പോൾ റീസെന്റ് ട്രോമറ്റൈസ്ഡ് ഞാനിപ്പോൾ റീസെൻ്റ്ലി വായിച്ചൊരു സാധനമാണ്. ഞാൻ ഗ്യാമോഫോബിയ അതാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് അയ്യോ, പക്ഷേ ഗ്യാമോഫോബിയ എക്സാക്ട്ലി കേട്ടോ, ഇറ്റ്സ് എ ഫിയർ ഓഫ് അത് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഓർ ഫിയർ ഓഫ് മാരേജ് എന്നാണ് പറയുന്നത്. അത് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് എനിക്കില്ല. ബിക്കോസ് ഐ എം വെരി മച്ച് ഞാൻ ഭയങ്കര കമ്മിറ്റ്മെന്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ ആണ്. ഇപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും ഓവർ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. അതിലെങ്കിലും ലുക്കില്ലെങ്കിലും എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ മാരേജ് പാർട്ടിൽ നമ്മളിപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ കല്യാണത്തെക്കാൾ കൂടുതൽ കേട്ടത് ഡിവോഴ്സുകളെ പറ്റിയുള്ള വാർത്തകളാണ്. അപ്പം എനിക്ക് ഡിവോഴ്സ് ഇല്ലാത്തൊരു കല്യാണമാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കാൻ എനിക്കൊരു യോഗവും കൂടെ വേണം. മനസ്സിലായി? അപ്പൊ ഞാനിപ്പോ ചേച്ചിയുടെ കേസ് ചേച്ചി കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കും, ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അല്ല പറയണല്ലോ, ഇതിന്റെ ഉത്തരത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. അപ്പോൾ എനിക്ക് ഡിവോഴ്സ് ഇല്ലാത്തൊരു കല്യാണമാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, ജീവിതാവസാനം വരെയും കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു ജീവിതം ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് കാണുമ്പം ആരാണേലും ഇങ്ങനെ ചിന്തിച്ചു പോകും, ശരിയാണ്, കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, എന്തിനാ കല്യാണം കഴിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം എന്തെങ്കിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ കല്യാണം കഴിച്ചു, ഓക്കെ, അവിടെ കല്യാണം കഴിച്ചതിന് ശേഷം കുറച്ച് നാൾ ജീവിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് അയ്യോ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായാൽ അന്നേരം അവിടുന്ന് ബൈ ബൈ പറയുക, ഇറങ്ങുക. അല്ലാതെ ഒരിക്കലും ഒരാളുടെ കീഴിൽ അയാളുടെ ചവിട്ടും കുത്തും കൊണ്ട് ഒരിക്കലും നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മുടെ ബാലയുടെ രണ്ടാം ഭാര്യയല്ല, ബാലയുടെ 3ാമത്തെ ഭാര്യയായിട്ടുള്ള എലിസബത്തിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരത്തി എന്ന് പറയുന്നത് ഈ ബാലേൻ്റെ കൂടെ നിന്ന് കുറേ ഇതേപോലെ അനുഭവിച്ചാണ്. അതിൽ നിന്നും പുള്ളിക്കാരത്തി മോചിതയായി ഇപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് എലിസബത്ത്. അപ്പോൾ എലിസബത്ത് ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കണം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്, നടക്കുകയാണ്. എന്താ പറയുക, ഇന്നലെ നൈറ്റായിരുന്നു. 36 hour ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. നോർമലി വരുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഒക്കെയാണ് വരിക. ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് വരിക. പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയായി വരാനുള്ള ഒരു കാരണമുണ്ട്. പക്ഷെ അത് സർപ്രൈസാണ്. അത് ഞാൻ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുള്ളൂ. എനിക്ക് ഹാപ്പി ഉള്ള കാര്യമാണ്, എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാർ പറയും ഇതൊക്കെ എന്ത് സർപ്രൈസ്, ഇതൊക്കെ ഇത്ര വീഡിയോ ഇടാണ്ടോ എന്നൊക്കെ തോന്നും. എൻ്റെ ഹാപ്പിനെസ്സാണ് വീഡിയോയിൽ പങ്കുവയ്ക്കണത്. സോ ഞാൻ ഹാപ്പിയാണ്. സംഭവം വേറെ ഒന്നുമില്ല, പുള്ളിക്കാരത്തി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിക്കാരത്തിക്ക് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഇപ്പം ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലയുടെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതേപോലെ സന്തോഷത്തോടു കൂടി ഒരു വീഡിയോയിലൊന്നും നമ്മൾ ഈ എലിസബത്തിനെ കണ്ടിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള വീഡിയോസിൽ മാത്രമേ നമ്മൾ എലിസബത്തിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരത്തിൻ്റെ വീഡിയോസ് എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ എന്തോ ചെറിയ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മളുമായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നമ്മുടേതായിട്ടുള്ള സന്തോഷം നമ്മൾ തേടുക.
പിന്നെ നമുക്ക് ജീവിതത്തിൽ വേറൊരാളെ കൂട്ട് വേണോ എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് പോകെ നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് കടക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് പറ്റാത്ത ഒരു ബന്ധത്തിൽ ഒരിക്കലും കടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ല. ഇത് തന്നെയാണ് ഈ പറയുന്ന മെഹനുവിൻ്റെ ലൈഫ് കൊണ്ടും അമൃതേൻ്റെ ലൈഫ് കൊണ്ടും എലിസബത്തിൻ്റെ ലൈഫ് കൊണ്ടും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയണം എന്ന് തോന്നിയ ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.